ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു റേസ്. എൻ്റെ എല്ലാ മക്കൾക്കും റേസിലേക്ക് ഹാർദമായ സ്വാഗതം. എല്ലാവരും അടിച്ചു പൊളിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് മിസ്സിന് അറിയാം. നാളെ നമ്മുടെ മലയാളത്തിന്റെ എക്സാം ആണ്. സോ എങ്ങനെയാണ് 8 മാർക്കിന് ഉത്തരം നൽകേണ്ടത് എന്ന് ഇപ്പോഴും പല കുട്ടികൾക്കും അറിയില്ല. അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് മിസ് ഈ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. ഉപന്യാസം, ആസ്വാദനക്കുറിപ്പ്, മുഖപ്രസംഗം, പ്രഭാഷണം ഒക്കെ എങ്ങനെ എഴുതണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി തരാൻ, ഒരു വ്യക്തത തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ വീഡിയോ എന്തായാലും ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് അതിനു മുന്നേ 8 മാർക്കിനായിരിക്കും നമുക്ക് എന്തായാലും എസ്സേ ക്വസ്റ്റ്യൻസ് വരിക അല്ലെ. 8 മാർക്കിനാണ്. ഈ 8 മാർക്ക് വെറുതെ എന്താ പറയാ ഒരു ഭാഗം എഴുതിയാലോ ഒരു പാരഗ്രാഫ് എഴുതിയാലോ കിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. 8 മാർക്കിന് നമ്മൾ മാക്സിമം അല്ലെ ഈ ഒരു ഭാഗം മുഴുവനും നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതാനായിട്ട് ശ്രമിക്കണം. അതിൽ മിനിമം ഒരു 3 പാരഗ്രാഫ് എങ്കിലും ആക്കിയിട്ട് എഴുതണം. എത്ര പാരഗ്രാഫ് വേണം? മിനിമം ഒരു 3 പാരഗ്രാഫ് എങ്കിലും നിങ്ങളുടെ എസ്സേക്ക് ഉണ്ടായിരിക്കണം. അതിൽ ഉപന്യാസം, മുഖപ്രസംഗം, ആമുഖ പ്രഭാഷണം, വെറും പ്രഭാഷണം അല്ല, ആമുഖ പ്രഭാഷണം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് അതിന്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ആമുഖ പ്രഭാഷണം, പിന്നെ അതുപോലെ തന്നെ ആസ്വാദനക്കുറിപ്പ്, കഥാപാത്ര നിരൂപണം, ഇങ്ങനെയുള്ള എല്ലാത്തിനും നമുക്ക് എന്ത് വേണം? തലക്കെട്ട് വേണം. തലക്കെട്ട് വേണ്ടാത്തത് പ്രഭാഷണം, പ്രസംഗത്തിനാണ്. അത് നിങ്ങൾ ആലോചിച്ച് വെച്ചോളണം. ഇതിന്റെ കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ മനസ്സിലാക്കിയാലേ നമുക്ക് എന്താണ് അല്ലെ ഒരു മുഴുവൻ മാർക്ക് എങ്ങനെ നേടണം എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാകൂ. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഒരു ഉപന്യാസമാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ നമുക്ക് കിരാതവൃത്തത്തിന്റെ ആസ്വാദനക്കുറിപ്പ് ചോദിക്കും. അതുപോലെ തന്നെ എന്താണ് പ്രകാശം ജലം പോലെയാണ്, അതിൽ നിന്ന് നമുക്ക് ഒരു എസ്സേ പ്രതീക്ഷിക്കാം. അഗ്നിവർണ്ണന്റെ കാലുകൾ, അതിൽ നിന്നും അതിലെ സാമൂഹിക വിഷയത്തെ കുറിച്ച് നമുക്ക് ഒരു എസ്സേ പ്രതീക്ഷിക്കാം. കണ്ണാടി കാൺമോളം, ഇതിൽ എഴുത്തച്ഛന്റെ എന്താ പറയുന്നത് ഭാഷാ രീതിയെ കുറിച്ച് അല്ലെങ്കിൽ ലോകോക്തിയെ കുറിച്ച് നമുക്ക് എന്തായാലും ഒരു എസ്സേ പ്രതീക്ഷിക്കാം. ഈ രീതിക്കൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് നമുക്ക് എന്താണ് എസ്സേകൾ വരിക. അതിൽ ഉപന്യാസം എങ്ങനെ എഴുതണം, ഇപ്പൊ ഏതെങ്കിലും ഒരു പാഠത്തെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഉപന്യാസം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് മിനിമം ഒരു 3 പാരഗ്രാഫ് അതിന് ഉണ്ടായിരിക്കണം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, തലക്കെട്ട് കൊടുക്കണം. തലക്കെട്ടിന് 1 മാർക്കാണ്. ഇതിപ്പോ ഒരു പേജ് ആണെങ്കിൽ ഫസ്റ്റ് തലക്കെട്ട് കൊടുക്കുക. ഇപ്പൊ കിരാതവൃത്തത്തെ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ അഗ്നിവർണ്ണന്റെ കാലുകളൊക്കെ ആണെങ്കിൽ എന്താ പറയുന്നത്, എന്താ പറയാ ഇരട്ടി ജാഗ്രത മതിയെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താണ് നിങ്ങൾക്ക് നല്ല ഒരു തലക്കെട്ട് കൊടുത്തുകൊണ്ട് തുടങ്ങാം. എന്നിട്ട് ആമുഖം, വിഷയവുമായി ബന്ധപ്പെട്ട ആമുഖം കൊടുക്കണം. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ പാഠഭാഗത്തിന്റെ പേര്, കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തുടങ്ങാവുന്നതാണ്. നെക്സ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ വിഷയത്തെ വിശദീകരിക്കണം അല്ലെ. എന്താണ് അതിൽ ചർച്ച ചെയ്യുന്നത്, അതിന് ഇന്നത്തെ സമൂഹവുമായിട്ടുള്ള ബന്ധം എന്താണ്, ഇന്നത്തെ സമൂഹത്തിൽ ആ ഒരു വിഷയം കാണാൻ പറ്റുന്നുണ്ടോ എന്നതൊക്കെ പറയുക. എന്നിട്ട് ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മൊത്തത്തിലൊന്ന് ക്രോഡീകരിച്ച് നമുക്ക് അതിനൊരു സൊല്യൂഷൻ, ഒരു പരിഹാരമോ അല്ലെങ്കിൽ അതിനെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നിർദ്ദേശമോ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കൺക്ലൂഷൻ കൂടെ. ഇപ്പോൾ കിരാതവൃത്തമൊക്കെ ആണെങ്കിൽ നമ്മുടെ മക്കളാണ് അല്ലെങ്കിൽ മണ്ണിന്റെ മക്കളാണ് ആര്, ഗോത്രവർഗ്ഗക്കാർ അല്ലെ. അവർ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടവരാണ്. അവരുള്ളത് കൊണ്ടാണ് നാം ഇന്നും ജീവൻ നിലനിർത്തി പോകുന്നത്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവർക്ക് കൈത്താങ്ങാവേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവരെ മാറ്റി നിർത്തുകയല്ല, ചേർത്ത് നിർത്തുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ. ഒരു നിർദ്ദേശം വെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടുകൊണ്ടും അവസാനിപ്പിക്കാം. ഈ രീതിക്ക് 3 പാരഗ്രാഫ് ആക്കിയിട്ട് വേണം നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ ഉപന്യാസത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഉദ്ധരണികൾ, കോട്സുകൾ കൊടുക്കാം. കിരാതവൃത്തം പോലെ തന്നെ എന്താ പറയുന്നത് വേറെ ഏതെങ്കിലും അതേ വിഷയം ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും കൃതികളോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വാക്കുകളോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ്, തലക്കെട്ട് വേണം, ആമുഖം വേണം, വിഷയ വിശദീകരണം വേണം, ഉപസംഹാരം വേണം. ആ രീതിക്കായിരിക്കണം എൻ്റെ മക്കൾ എഴുതാൻ വേണ്ടിയിട്ട്. ഇനി തലക്കെട്ട് കൊടുക്കുന്ന സമയത്തും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വളരെ ചെറുതായിരിക്കണം, വളരെ മനോഹരമായിരിക്കണം. ആ തലക്കെട്ട് വായിച്ചാൽ തന്നെ നമുക്ക് എന്താണ് ആശയം മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പൊ എന്താണ് ദുരന്തലഹരി, മിഴി നനയാതെയൊക്കെ നിങ്ങൾക്ക് ഏതിനും കൊടുക്കാവുന്നതാണ്. ഇരട്ടി ജാഗ്രത മതി, അരക്ഷിതമാകുന്ന വാർദ്ധക്യം, ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് മെയിനായിട്ട് തലക്കെട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി മുഖപ്രസംഗം. എന്താണ് മുഖപ്രസംഗം? മുഖപ്രസംഗം എന്ന് വെച്ചാൽ പത്രത്തിൽ വരുന്ന ഒരു വാർത്തയാണ് എന്ത് മുഖപ്രസംഗം. എങ്ങനെയാണോ പത്രത്തിൽ ഒരു വാർത്ത വരുന്നത് ഒരു വിഷയത്തെക്കുറിച്ച്, ആ
രീതിക്ക് വേണം. നേരത്തെ പറഞ്ഞതുപോലെ ഉപന്യാസത്തിലേതുപോലെ നമുക്ക് അവിടെ കോട്ടിങ്സ് വേണ്ട, അല്ലെങ്കിൽ സാഹിത്യ ഭാഷ വേണ്ട, എന്താണ് പച്ചയാം വിരിപ്പിട്ടാന്നൊന്നും നമുക്ക് അവിടെ പറയണ്ട. നമ്മുടെ ഭൂപ്രകൃതി എന്താണ്, ഇങ്ങനെയാണ്, കൃത്യമായിട്ട് നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് പറയില്ലേ, ആ രീതിക്ക് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, മുഖപ്രസംഗം എഴുതാൻ വേണ്ടിയിട്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, തലക്കെട്ട് വേണം, ആമുഖം വേണം, വിശദീകരണം വേണം, ഉപസംഹാരം വേണം. ആ രീതിക്ക് ഇതിലും നമുക്ക് എന്താണ് ഒരു സൊല്യൂഷൻ നിർദ്ദേശിക്കാം. പക്ഷേ ഇവിടെ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം, നിങ്ങൾ നോക്കിയേ, തലക്കെട്ട് കൊടുക്കണം, പിന്നെ എന്താണ് ആമുഖം, വിഷയ അവതരണം, സമീപകാല സംഭവങ്ങൾ പറയണം, അല്ലെ, വാർത്തയുടെ രീതിയിൽ വേണം നമ്മൾ ആവിഷ്കരിക്കാൻ. പിന്നെ വിഷയത്തിന്റെ പ്രാധാന്യം, അതിന്റെ ഗുണങ്ങളും സാധ്യതകളും പറയണം, ദോഷങ്ങളും പരിമിതികളും പറയണം, അതെങ്ങനെയാണ് സമൂഹത്തെ ബാധിക്കുന്നത് എന്നുകൂടെ നമ്മൾ പറയണം. എന്നിട്ട് മൂന്നാമത്തെ പാരഗ്രാഫിൽ ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ, സ്ഥിതിവിവര കണക്കുകൾ, സർവേകൾ, നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും, 2018 ഇങ്ങനെയായിരുന്നു, എന്നാൽ 2025 ആയപ്പോൾ ഇത്തരത്തിൽ മാറ്റം സംഭവിച്ചു, ഇങ്ങനത്തെ കണക്കുകൾ നമുക്കറിയില്ലെങ്കിൽ ഒരു ഏകദേശ കണക്കൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. വിഷയത്തിന്റെ അടിയന്തരമായിട്ടുള്ള പ്രാധാന്യം, എന്തുകൊണ്ടാണ് ഈ വിഷയം ഇപ്പൊ ചർച്ച ചെയ്യുന്നത്, അതിന് അടിയന്തരമായിട്ട് നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉപസംഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപന്യാസവും മുഖപ്രസംഗവും എങ്ങനെ എഴുതണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് പ്രഭാഷണം. പ്രഭാഷണം എന്ന് പറയുന്നത് ഒരാൾ സംസാരിക്കുന്നതാണ്, അല്ലെ, ഒരു സദസ്സിനെ എന്താണ് സംബോധന ചെയ്തുകൊണ്ട് ഒരാൾ വേദിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, എഴുതുന്ന സമയത്ത് ഞാൻ സംസാരിക്കുകയാണ്, എന്നെ കേൾക്കാൻ കുറേ പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എഴുതാം. അപ്പോൾ പ്രഭാഷണം തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം തന്നെ മാന്യരെ, അല്ലെ, നമ്മൾ ഓഡിയൻസിനോട് പറയും, അല്ലെ, മാന്യരെ, ബഹുമാനപ്പെട്ടവരെ, അല്ലെങ്കിൽ എന്താണ് സദസ്സിന് വന്ദനം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെ ഒരു സംബോധന കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ആമുഖം, വിഷയത്തെ, ഞാൻ ഇന്ന വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തുകൊണ്ട് എഴുതുക. അപ്പോൾ എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം സമൂഹത്തിൽ ഈ ഒരു വിഷയം എന്താണ് ഇന്ന് വളരെയധികം എന്താ പറയുന്നത്, സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയം ഇന്ന് ചർച്ച ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്, ആ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ഞാനിവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു ആമുഖം തുടങ്ങിക്കൊണ്ട് ഈ നേരത്തെ ഉപന്യാസത്തിലേതുപോലെ തന്നെ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, സാഹിത്യ ഭാഷയിൽ പറയാം, അല്ലെ, എന്ത് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ മറ്റ് ആരെങ്കിലും കൃതികൾ പരാമർശിക്കാം, മറ്റാരെങ്കിലും പറഞ്ഞിട്ടുള്ള ഇതേ വിഷയത്തെ ചർച്ച ചെയ്തിട്ടുള്ള എന്തെങ്കിലും കോട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അങ്ങനെ വിശദീകരിക്കുക. എന്നിട്ട് അവസാനം എന്ത് ചെയ്യണം, നമ്മൾ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഒരു പരിഹാര മാർഗമൊക്കെ പറഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം എന്തുകൂടെ പറയണം, നന്ദി കൂടെ എഴുതണം. അപ്പോൾ ആ ഫോർമാറ്റിനാണ് പകുതി മാർക്ക്. ബാക്കി എന്ത് ചെയ്യും, ബാക്കി നിങ്ങൾ എഴുതുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ എന്തായാലും ഫോർമാറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. പിന്നെ നമുക്ക് വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ആസ്വാദനക്കുറിപ്പാണ്. ആസ്വാദനം തയ്യാറാക്കുക. അപ്പം മെയിനായിട്ട് നമുക്ക് കിരാതവൃത്തത്തെ എന്താണ് അടിസ്ഥാനമാക്കിക്കൊണ്ടായിരിക്കും ആസ്വാദനം തയ്യാറാക്കാൻ വരിക. അപ്പം നിങ്ങൾ തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്. എന്ത് കൊടുക്കാൻ മറക്കരുത്, തലക്കെട്ട്. തലക്കെട്ട് നിങ്ങൾക്ക് പാഠഭാഗത്തിന്റെ പേര് തന്നെ തലക്കെട്ടായിട്ട് കൊടുക്കാം, കിരാതവൃത്തം തന്നെ കൊടുക്കാം. എന്നിട്ട് പാഠം എഴുതിയത് ആരാണ്, പാഠം, എഴുത്തുകാരൻ, പിന്നെ അതിലെ പ്രമേയം, അതിൽ കഥാപാത്രം ആരാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആദ്യ പാരഗ്രാഫിൽ പറയാം. എന്നിട്ട് രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് വരുന്ന നേരം അതിലെ പ്രയോഗങ്ങൾ, അതിൽ എന്താണ് പുരികം പോലെ എന്ന് പറയുന്നുണ്ട്, അല്ലെ, എന്താണ് പുലിയോട് ഉപമിക്കുന്നതുണ്ട്, അതുപോലെ തന്നെ പല കാര്യങ്ങൾ അവിടെ പറയുന്നതുണ്ട്. അപ്പോൾ പ്രയോഗം പറയാം. പിന്നെ ഉപമ, എന്താണ് മലയെ അമ്മയോട് ഉപമിക്കുന്നു, അതുപോലെ തന്നെ എന്താണ് ആകാശത്തെ അച്ഛനോട് ഉപമിക്കുന്നു, അങ്ങനത്തെ ഉപമകൾ പറയണം. അപ്പോൾ ഈ കവിത എങ്ങനെയാണ് ഇത്തരം പ്രയോഗങ്ങളും ഉപമകളൊക്കെ എന്താണ് ആളുകളുടെ ഹൃദയം കീഴടക്കാൻ മാത്രം എന്താണ് പോകുന്നതാണ്, അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രയോഗങ്ങൾ എഴുത്തുകാരൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയാം. എന്നിട്ട് അവസാനം ഉപസംഹാരം, അല്ലെ, അവിടെ എന്താണ് ഇന്നത്തെ സമൂഹത്തിലും ഈ ഒരു വിഷയം നടക്കുന്നുണ്ടോ, ഇന്നത്തെ സമൂഹത്തിലും നമുക്കറിയാം എന്താണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് എന്താണ് കിരാതവൃത്തത്തിൽ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ മണ്ണിന്റെ മക്കളാണ്, അല്ലെ, നമ്മളുടെ ജീവൻ നിലനിർത്തുന്നത് പോലും അവരുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവരെ എന്താണ് മാറ്റി നിർത്തുകയല്ല, അല്ലെ ചൂഷണം ചെയ്യുകയല്ല വേണ്ടത്, അവരെ നമ്മളോടുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള സൗകര്യം ഉണ്ടാക്കുകയും അവരെ ജീവിക്കാൻ അനുവദിക്കുകയും ആണ് നാം ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയമാണ് എന്താ പറയുന്നത് ഈ ഒരു കവിതയിൽ ചർച്ച ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. അപ്പോൾ ഒരു 3 പാരഗ്രാഫ് ആക്കിയിട്ട് വേണം നിങ്ങൾ വിശദീകരിക്കാൻ.
അപ്പോൾ 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് പാരഗ്രാഫ് തിരിക്കണം എന്ന് മനസ്സിലായി, നിങ്ങൾക്ക് തലക്കെട്ട് കൊടുക്കണം എന്ന് മനസ്സിലായി, പ്രഭാഷണത്തിനും പ്രസംഗത്തിനും തലക്കെട്ട് കൊടുക്കണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ എല്ലാത്തിനും 8 മാർക്കിന് എങ്ങനെ ഉത്തരം എഴുതണം എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തത ഉണ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ലൈവിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും എന്ത് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും പഠിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ കൂടെ നിങ്ങൾക്ക് എന്താണ് ഇനി വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ.